ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. രാവിലെ തന്നെ ലൈവിൽ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും അനുമോളും കൂടി ഇരുന്ന് ഊഞ്ഞാലിലിരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അനീഷ് അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വരും, അതുകൊണ്ട് എല്ലാവരുമായിട്ടും വീണ്ടും ജെല്ലാവാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ്. ഇന്നലെ പോലെ അനീഷ് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഇനി ഷോ തീരാൻ വളരെ കുറച്ച് ദിവസങ്ങളും കൂടി ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കാതെ എല്ലാവരുമായിട്ടും ഒന്നും പോയി വീണ്ടും സഹവസിക്ക് എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ അഭിനയിച്ച് നിൽക്കാനൊന്നും പറ്റില്ല, ടാസ്കോ കാര്യങ്ങളോ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ അഭിനയിക്കാം, പക്ഷെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ അഭിനയിച്ച് നിൽക്കില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങളുണ്ട്, ഞാൻ അതിനെപ്പറ്റി ഒക്കെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അനുമോള് പറയുന്നു. അപ്പൊ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഈ മാറിയിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പം നെവിനാണ് അനുമോളുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. നെവിൻ ഇപ്പൊ ചായ കൊണ്ട് തന്നു. നെവിന് എന്നിട്ട് പറഞ്ഞത് എന്താണ്, അതിനകത്ത് മധുരം ഇട്ടിട്ടില്ല. അതിനകത്ത് എന്തൊരു കരുതലും ഒക്കെ ഉണ്ട്, കരുതലും സ്നേഹവും ഒക്കെ ഉള്ള വാക്കുകളാണ് നെവിന പറഞ്ഞിട്ട് പോയത്. വേണേ ഇട്ടോളൂന്നും നെവിൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്കങ്ങനെ മാറി നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. എന്തൊരു മനുഷ്യനാണ് ഞാൻ, ഈ എന്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഈ എത്ര വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അനീഷാണ് സത്യം പറഞ്ഞ ഈ സീസൺ വിജയിച്ചിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഈ എതിരെ നിൽക്കുന്നവന്റെ മനസ്സ് എന്നൊക്കെ നമ്മൾ വെറുതെ പറയും, നന്മ എന്നൊക്കെ പറഞ്ഞ് വെറുതെ നമ്മൾ ട്രോളും. പക്ഷെ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള നന്മ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യൻ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. അനീഷ് ജീവിച്ചു വന്ന ആ ഒരു സറൗണ്ടിങ്, നാട്ടുംപുറം, അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ നിന്നും വന്നത് കൊണ്ടായിരിക്കണം അനീഷിന് സഹജീവികളോടുള്ള ഒരു കരുതല്, അവരോടുള്ള ഒരു സ്നേഹം, അത് കൂടെ താമസിക്കുന്ന എക്സിസ്റ്റ് ചെയ്യാനുള്ള അനീഷിന്റെ ഒരു മനസ്സ്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും അനീഷ് ആരെയും അവിടെ വെറുത്തിട്ടില്ല, എല്ലാവരെയും സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ അനീഷ് സ്നേഹിച്ചിട്ടുണ്ട്. ഈ രീതിയിലുള്ള ഇത്രയും ക്വാളിറ്റിയാണ് നമ്മളൊരു സീസണിന്റെ ടൈറ്റിൽ വിന്നറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എത്രയൊക്കെ PR സ്റ്റണ്ട് പുറത്ത് നടന്നാലും, അല്ലെങ്കിൽ വോട്ട് അടിച്ചുള്ള വോട്ട് കയറ്റിയാലും, അല്ലെങ്കിൽ എന്താ പറയുക വെല്ലുവിളിച്ചാലും, അനീഷ് ഈ സീസൺ ഓൾറെഡി വിജയിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ രീതിയിലും അനീഷ് ഈ സീസൺ വിജയിച്ചു കഴിഞ്ഞു. ഇത്രയും ക്വാളിറ്റി വെച്ച് പുലർത്തി ഗെയിം കളിച്ചൊരു മനുഷ്യൻ, ഇങ്ങനെ ഒരാള് ഒരു സീസണിലും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അപ്പൊ അങ്ങനെ ഒരാളാണ്. തീർച്ചയായിട്ടും അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല, ഈ ഷോ കാണുന്ന ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസിന് 24/7 ഇതിന്റെ അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അനീഷ് വിജയിച്ചിട്ടുണ്ടാവും. അവരുടെയൊക്കെ മനസ്സുകളിൽ അനീഷ് ഓൾറെഡി വിജയിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.